കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷുയി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഭൂമി ഇപ്പം നമുക്ക് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ജാതകവശാൽ അല്ലെങ്കിൽ അയാൾ ജനിച്ച സമയം വെച്ച് നോക്കുമ്പം നക്ഷത്രങ്ങളൊന്നും അത്ര ബെറ്റർ അല്ല, അല്ലെങ്കിൽ ജാതകപ്രകാരം അത്ര നല്ല ഒരു വ്യക്തിയല്ല എന്നിരുന്നാൽ പോലും അദ്ദേഹം ഒരു വീട് വയ്ക്കാനായിട്ടൊരു ഭൂമി തിരഞ്ഞെടുക്കുന്ന സമയം മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു സൗഭാഗ്യങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭൂമിയാണ് ഏറ്റവും ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അപ്പോൾ അത് മുതൽ നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടി നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ മുതൽ തന്നെ നമ്മുടെ സൗഭാഗ്യങ്ങൾക്ക് തുടക്കമാവുന്നതാണ്. അപ്പോൾ നല്ല ഒരു വാസ്തുവിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ഭൂമി നിങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് വയ്ക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭൂരിഭാഗ കാര്യങ്ങളും അവിടെ പൂർത്തിയായി എന്നാണ് വാസ്തുവിൽ പറയുന്നത്. കാരണം അതിനുള്ള കൃത്യമായിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ അതിനുള്ള പണിക്കാർ, അല്ലെങ്കിൽ അതിനുള്ള പൈസ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് വന്നു ചേരും. ആ ഭൂമി അത്രത്തോളം നമുക്ക് അനുയോജ്യമായ ഭൂമിയാണെങ്കിൽ. അപ്പം ഭൂമി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയം മുതൽ നമ്മുടെ സൗഭാഗ്യങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തരത്തിലുള്ള ഭൂമികളാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ചില ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന് ആ ഭൂമിയുടെ ഷേപ്പാണ്. അപ്പോൾ ആ ഷേപ്പിനെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോണത്. അപ്പോൾ ആ ഷേപ്പ് ഇന്ന ഷേപ്പിലുള്ള ഭൂമികളായിരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇന്ന ഷേപ്പിലുള്ള ഭൂമികൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ആ ഭൂമിയിലേക്ക് കയറുന്ന റോഡ് അല്ലെങ്കിൽ അതിൻ്റെ വഴി, അതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. ആ ഭൂമിയുടെ ചരിവ്, അപ്പോൾ അതിൻ്റെ ചരിവ് എങ്ങോട്ടാണ് എൻ്റെ ചരിവെന്ന് നോക്കിയിട്ട് അതിനും വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ നമുക്ക് ഒത്തുചേർന്ന് വരണം. ആദ്യം ഭൂമിയുടെ ഷേപ്പ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇതിനകത്തൊരു 3-4 ഭൂമിയുടെ ഷേപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ദീർഘചതുരാകൃതിയിലുള്ള ഒരു ഭൂമിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഭൂമിയാണ്. അപ്പം ഇത് നമുക്ക് വാസ്തുയോഗ്യമാണ്. പക്ഷേ അതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വീതിയുടെ ഇരട്ടിയിൽ കൂടുതൽ നീളം വരാൻ പാടില്ല. അതായത് 2:1 എന്നുള്ള അനുപാതത്തിൽ കൂടുതൽ നീളം വരാൻ, ഇതിൻ്റെ അളവ് വരാൻ പാടില്ല. അങ്ങനെയുള്ളൊരു ഭൂമിയാണെങ്കിൽ അത് ദീർഘചതുരത്തിലുള്ളൊരു ഭൂമിയായിട്ട് കണക്കാക്കും. ആ ഒരു ഭൂമിയിൽ നമുക്ക് സമ്പത്തും ഭാഗ്യങ്ങളും ഉണ്ടാകുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഭൂമി തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു ഷേപ്പ് നല്ലതായിരിക്കും. അത് ദീർഘചതുരം. അത് കഴിഞ്ഞ് അടുത്തത് സ്ക്വയറായിട്ടുള്ള സമചതുരത്തിലുള്ളൊരു ഭൂമി. സമചതുരത്തിലുള്ളൊരു ഭൂമിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ ഭൂമിയിൽ നിങ്ങൾ വസിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷവും സമ്പത്തും ആരോഗ്യവും ആ ഭൂമി പ്രദാനം ചെയ്യുന്നുവെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ സമചതുരത്തിലുള്ള ഭൂമി വളരെ നല്ല ഭൂമിയായിട്ട് വീട് വെച്ച് താമസിക്കാൻ അനുയോജ്യമായ ഭൂമിയായിട്ട് ഫെങ്ഷുയിൽ വാസ്തുവിൽ തന്നെ കണക്കാക്കുന്നുണ്ട്. അടുത്ത മൂന്നാമതൊരു ഭൂമി ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ത്രികോണാകൃതിയിലുള്ള വസ്തുവാണ്. ത്രികോണാകൃതിയിലുള്ള വസ്തു എന്ന് പറയുന്നത് വീട് വയ്ക്കാൻ പറ്റിയ വസ്തുവല്ല. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഷേപ്പുള്ള വസ്തുക്കൾ നിങ്ങൾ ധാരാളം കണ്ടു കാണും. ഇത്തരത്തിലുള്ള ഷേപ്പ് വീട് വയ്ക്കാൻ അനുയോജ്യമായ ഭൂമി അല്ല. അടുത്തത് ഭദ്രപീഠ വസ്തു എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ 2 സൈഡ് ഇതുപോലെ വന്ന് ഈ 4 എഡ്ജും പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഭൂമി, ഇത് വീട് വയ്ക്കാൻ നല്ലതല്ല. ഇതിനെ ഭദ്രപീഠ വസ്തുക്കൾ എന്നാണ് പറയുന്നത്. അടുത്തത് നമുക്ക് ഉള്ളൊരു വസ്തു എന്ന് പറയുന്നത്, ഇത് നമുക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം, ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം, T വസ്തുക്കൾ. അതായത് ഈ ഒരു ഷേപ്പിലായിരിക്കും ഇത്. അത് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ ഇതിനകത്ത് മൊത്തം അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഭൂമിയും നമുക്ക് വീടിന് അനുയോജ്യമായ വസ്തു അല്ല, വീട് വയ്ക്കാൻ അനുയോജ്യമായ വസ്തു അല്ല. അടുത്തത് വൃത്താകൃതിയിലുള്ള വസ്തുക്കൾ. വൃത്താകൃതിയിലുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉള്ള വസ്തുക്കളാണ്. ഇപ്പം നമുക്ക് ഒരു വീടിന് പറ്റിയ ഭൂമിയല്ല. പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ആ ഭൂമി കൊണ്ട് കുഴപ്പമില്ല എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അടുത്തത് എല്ലാ വശങ്ങളും വ്യത്യസ്ത നീളങ്ങളുള്ളത്. അതായത് ഇപ്പം പടിഞ്ഞാറ് ഈ ഒരു ഭാഗത്ത് നീളമല്ല ഈ ഒരു ഭാഗത്ത് വരുന്നത്, അതല്ല ഈ ഭാഗത്ത് വരുന്നത്, അതല്ല ഇവിടെ 4 സൈഡും 4 വ്യത്യസ്ത അളവിലുള്ള ഭൂമിയുണ്ട്. അതിനെ വിഷമഭാഗ വസ്തുക്കൾ എന്നാണ് പറയുന്നത്. അതും നമുക്ക് വീട് വയ്ക്കാനായിട്ട് അനുയോജ്യമായ ഭൂമിയല്ല. അപ്പം നമുക്ക് വീട് വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ ഭൂമി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ചതുരാകൃതിയിലുള്ളതോ അല്ലെങ്കിൽ ദീർഘചതുരാകൃതിയിലുള്ള വസ്തുക്കളാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ആ വസ്തുവിൽ അതിൻ്റെ ഏത് ഭാഗത്താണ് നമ്മൾ വസ്തുവിലേക്ക്
വീട്ടിലേക്ക് കടക്കാനുള്ള വഴി വരുന്നത്, അതിൽ ഭൂമിയുടെ ചരിവുകൾ എങ്ങനെയാണ്, പിന്നെ നമുക്ക് വേറെ ഇപ്പം ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകുന്നു, ഒരു ഒരു ഭൂമി കാണാനായിട്ട് പോകുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഈ വീടിനോട് ചേർന്നുള്ള ഭൂമികൾ നമുക്ക് കാണണമെന്നുണ്ട്, പിന്നെ ഭൂമികളുണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടുത്തെ വീടിൻ്റെ ഒരു എനർജി, അപ്പോൾ അതിന് ചുറ്റുവട്ടമുള്ള വീടുകൾ എങ്ങനെയാണ്, അവരുടെ ഒരു പ്രോസ്പിരിറ്റി എങ്ങനെയാണ്, അതൊക്കെ മനസ്സിലാക്കിയാലും ആ ഭാഗത്തെ വസ്തു കൊള്ളാമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾക്ക് മറ്റൊരു കാര്യം പറയുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളെപ്പോഴും നമ്മളൊരു ഭൂമിയിലേക്ക് കയറുമ്പോൾ നമ്മൾ റോഡ് ലെവലിൽ നിന്നും ഉയർച്ചയിലേക്ക് കയറുന്ന ഭൂമികളാണ് കൂടുതൽ ഉത്തമമായിട്ട് കണക്കാക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ചില ഫെങ്ഷുയുടെ ചില ടൂളുകൾ പരിചയപ്പെടുത്താം. നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും ഫെങ്ഷുയിൽ ചില ടൂളുകൾ ഉപയോഗിക്കുന്നു. അത് ഉപയോഗിക്കുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ടൊരു ബുദ്ധയാണ്. ഇത് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു ബുദ്ധ നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇതിനെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് സമ്പത്ത് വർദ്ധിപ്പിക്കാനും സമ്പത്ത് കൊണ്ടുതരാനും വേണ്ടിയിട്ട് ഒരു മുക്കാലി തവള, ഒരു 3 legged ഫ്രോഗ്, ഇത് ലോകമാകമാനം ഇത്തരത്തിലുള്ള ചിത്രങ്ങളും രൂപങ്ങളും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഒരുപാട് റിസൾട്ട് കിട്ടുന്നതാണ്. 5000-ഓളം വർഷം പഴക്കമുള്ള ചൈനയുടെ ഒരു സയൻസാണ് ഇത്. സിംബോളിക് ഫെങ്ഷുയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. ഇത് വെക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സമ്പത്ത് വരാനുള്ള സാധ്യതകൾ ഉള്ളതായിട്ട് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ഒത്തിരി നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തൊരു 88 സിമ്പൽ വയ്ക്കുന്നത് നമ്മുടെ സമ്പത്ത് വർദ്ധിക്കും. അടുത്തത് നമ്മുടെ വീട്ടിലേക്കുള്ള ദൃഷ്ടി, കണ്ണ് അതൊക്കെ തട്ടാതിരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ബ്ലൂ ഐ ഹാങ് ചെയ്യുന്നത് വളരെ നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത കപ്പിൾസിന് ഇതിലത്തെ ഒരു ബുദ്ധ വയ്ക്കുന്നതും ഒത്തിരി പിന്നെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്, അതായത് കുട്ടികളില്ലാത്തവർക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാനായിട്ട് അവരുടെ ബെഡ്റൂമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇത്തരത്തിലുള്ള സ്റ്റാച്ചു വയ്ക്കുന്നതും വളരെ നല്ലതാണ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഫെങ്ഷുയുടെ ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ നടത്തി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പിന്നെ കൊറോണയുടെ സാഹചര്യത്തിൽ നമ്മൾ ക്ലാസ്സുകളെല്ലാം നിർത്തിയിരിക്കുകയായിരുന്നു. ആ ക്ലാസ്സുകളെല്ലാം വീണ്ടും ആരംഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസംബർ മുതൽ ബേസിക് ക്ലാസ് തുടങ്ങുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നേരത്തെ കൂട്ടി തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.